ഞങ്ങൾ രാവിലെ പോലെ നോക്കിക്കുമായിരുന്നു. ഇത് ചെറുക്കന്റെ അച്ഛൻ, അത് ചെറുക്കന്റെ അമ്മ, ഇതാണ് ചെറുക്കൻ. പിന്നെ എന്നെ അറിയാലോ, ബ്രോക്കർ അറിയാം. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ല, ഞാനാണ് ചെറുക്കന്റെ അച്ഛൻ, ഇത് ചെറുക്കന്റെ അമ്മ, ഇത് ചെറുക്കൻ, ഇത് പിന്നെ ഞങ്ങളെ മൂന്നാൻ. അതെ അതെ, അത് ശരിയാ. ഞാൻ അമ്മ, അത് അച്ഛൻ, ഇത് ഞങ്ങളുടെ മോൻ, ഇത് ബ്രോക്കർ. അറിയാം. നിങ്ങൾക്കൊക്കെ നാണമില്ലേ? ഒരു വീട്ടിൽ വന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മനസ്സിലായിരുന്നു, ഞങ്ങൾക്ക് മനസ്സിലായി. അതെ, ഒന്നും വിചാരിക്കല്ലേ. ഒന്നും വിചാരിക്കില്ല, അവര് മനഃപൂർവ്വം അല്ല. അത് തന്നെ. ഇത് അച്ഛൻ, ഇത് അമ്മ, അത് ബ്രോക്കർ, ഞാൻ ചെറുക്കൻ. കറക്റ്റ് ഫാമിലിയാ. കെട്ടിച്ചങ്ങ് വീടും ഓണം കൂടാൻ പോലും തിരിച്ചിങ്ങ് വന്നേക്കരുത്. ഇത് അനീത്തി, ഞാൻ ആങ്ങള. ഞങ്ങൾ 2 മക്കളാണ്. ഓ ശരി. അപ്പൊ അങ്ങനെ. വീട് എവിടെയാന്ന് പറഞ്ഞേ? വീട് മുറ്റത്തിനടുത്താ. കറക്റ്റ് ഫാമിലിയാ ഞാൻ പറഞ്ഞില്ലേ, മുറ്റത്തിനടുത്ത്. അതല്ല ഞാൻ പറഞ്ഞത്, ഈ വീടിന്റെ സ്ഥലം കറക്റ്റ്. അത് പോസ്റ്റ് ഓഫീസിന്റെ അടുത്തായിട്ട് തന്നെ. ആ പോസ്റ്റ് ഓഫീസ് മാറ്റിയാ വീട് കണ്ടുപിടിക്കാൻ വലിയ പാടായിരിക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ വീട് എവിടാ? എന്തോ നിങ്ങളുടെ വീട് എവിടാ? നമ്മുടെ വീട് എവിടെയാന്ന്? ഇത് ഞങ്ങളുടെ വീടാ. അപ്പൊ ഇനിയിപ്പം കാര്യങ്ങള് അമ്മ നമ്മൾ ഈ കൊടുക്കല് വാങ്ങലൊക്കെ. കൊടുക്കല് വാങ്ങൽ എങ്ങനെയാ നമ്മെ? കൊടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാ രാവിലെ ഒരു കഷ്ണം പൊട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു, നന്നായിട്ട് കഴിച്ചു. വൈകുന്നേരത്തിൽ കഞ്ഞി വല്ലതും കൊടുത്താ. അയ്യോ, അതല്ല ചോദിച്ചത്. അത് സംസാരിക്കാൻപോഴേ ഇനി നിങ്ങൾക്ക് വല്ല പിച്ചും പേയും പറയാണ്ടെങ്കിൽ, അല്ല പെണ്ണും ചെറുക്കും വല്ല സംസാരിക്കണ്ടേ? സംസാരിക്കാം. എന്റെ മോനായത് കൊണ്ട് പറയല്ല, അവൻ ഒരാളുടെ അടുത്ത് പോയിട്ടു. പോയി ഇവിടെ ഉണ്ട്. അതെ, ഈ ലക്ഷ്മി. ഇതിൽ കൂടുതൽ പഠിപ്പൊന്നുമില്ല. ഈ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ശരി. ബികോ. ഒന്നും പറയാനില്ല, ചെറുക്കൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആണല്ലേ? അപ്പൊ ശരി, കുഴപ്പമില്ല. ചേട്ടൻ എത്ര വരെ പഠിച്ചു? ഞാനും ബികോം. ഈ പിള്ളേരുടെ ഒരു കുസൃതി, 1-2 പ്രേമവും ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അത് ആ കാലത്തൊട്ട് ഉണ്ടാവൂല്ലോ. ചെറുക്കൻ അങ്ങനെയൊന്നും ഇല്ലല്ലേ? വീടിനടുത്ത് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അയ്യോ ചേട്ടാ, ഞാൻ അന്യ പുരുഷന്മാരുടെ മുഖത്ത് പോലെ നോക്കില്ല. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണുണ്ട്. അതിന്റെ ഒരു ഇളയ മോന് ഇവന്റെ അതേ രൂപമാണ്, ശബ്ദമാണെന്നൊക്കെ പറഞ്ഞ നാട്ടുകാര് പറയാം എവന്റെ മോനാണെന്ന്. ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾ പോകുന്ന വഴിയെ പോലും ഞാൻ നടക്കത്തില്ല. ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഇങ്ങോട്ട് വരണം. ശരി ശരി.